ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ചൂടുള്ള എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇല്ലാതാക്കാം. എങ്ങനെ നോക്കാം. എല്ലാ വീടുകളിലും ധാരാളമായി നട്ടു വളർത്തേണ്ട ഒരു ഔഷധമാണ് കറ്റാർവാഴ. ഈ കറ്റാർവാഴ കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതിലൊരു ഉപയോഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ചൂടായിട്ട് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചൂടുള്ള എണ്ണ, ചൂടായിട്ടുള്ള വെള്ളം അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യുക, സാധാരണഗതിയിൽ നമ്മളെല്ലാം ഒന്നില്ലെങ്കിൽ പേസ്റ്റ് തേക്കും, അല്ലെങ്കിൽ ഉപ്പെടുത്ത് തേക്കും, ചിലർ പച്ചവെള്ളത്തിൽ കൊണ്ട് കൈ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കറ്റാർവാഴ ഇങ്ങനെ നട്ടു വളർത്തുന്നത് കൊണ്ടുള്ള ഉപകാരം, നമ്മൾ അതിൻ്റെ തണ്ട്, ആ ചൂടായിട്ടുള്ള എണ്ണയോ ചൂടായിട്ടുള്ള വെള്ളമോ തട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കറ്റാർവാഴയുടെ ഒരു തണ്ട് പറിക്കുക, അതിൻ്റെ ജെല്ലെടുത്ത് ആ ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ നീറ്റലുണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പാടേ ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഒത്തിരി അങ്ങനെ ഉണ്ടാവണമെങ്കിൽ പാടുകൾ ഉണ്ടായിരിക്കണമായിരുന്നു, പക്ഷെ ഒന്നുമേ ഇല്ല. കണ്ടോ, ഒന്നുമേ ഇല്ല. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്, എന്തെങ്കിലും ഒരു സംഭവം കൈ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ജെല്ലെടുത്ത് തേക്കാറുള്ളത്. നിങ്ങൾ അതുപോലെ ചെയ്യുക, ഓക്കെ. അല്ലാത്ത പക്ഷം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പേസ്റ്റോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കൈയിടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത്, പുഴലേറ്റ ഭാഗത്ത് ബ്രൗൺ കളറിൽ തൊലി അടർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാക്കിൽ എന്തെങ്കിലും പൊള്ളിക്കഴിഞ്ഞാൽ, എൻ്റെ മോൾക്ക് ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു, നാക്ക് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ചെയ്തത് കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നാക്കിൽ തേച്ച് കൊടുക്കുക ചെയ്തത്. അപ്പം തന്നെ അവളുടെ അത് ശരിയായി, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായില്ല. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ജെല്ല് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഗുണങ്ങളുള്ള ഈ ഔഷധ സസ്യമായ കറ്റാർവാഴയെ എല്ലാവരും നട്ടു വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നു, ഓക്കെ. അപ്പോൾ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ആൾ.